സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നമ്മെ പിന്തിരിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. വീഡിയോ ചെയ്യണമെന്ന് മനസ്സിലുണ്ടാകും, പക്ഷേ വീഡിയോ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ നമ്മെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്കും ഒരുപക്ഷെ ഉണ്ടാകാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വീഡിയോ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്നൊന്ന് നോക്കാം നമുക്ക്. ഒന്നാമത്തെ കാര്യം, ഞാൻ വീഡിയോ എടുത്താൽ നന്നാവൂ എന്ന് പലർക്കും തോന്നലുണ്ടാകാം. ആദ്യം വീഡിയോ എടുക്ക്, എന്നിട്ടല്ലേ നന്നാവോ ചീത്തയാവോ എന്നൊക്കെ തീരുമാനിക്കില്ല. അത് ജനങ്ങൾ തീരുമാനിച്ചോളും. അത് ജനങ്ങൾക്ക് വിടുക, പ്രേക്ഷകർക്ക് വിടുക. നിങ്ങൾ നിങ്ങളുടെ പണി ആദ്യം ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ചിന്തയ്ക്കുള്ള മറുപടി. ഞാൻ വീഡിയോ എടുത്താൽ നന്നാവോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ്, ആദ്യം നിങ്ങൾ വീഡിയോ എടുക്കുക, നന്നാവോ ചീത്തയാവോ എന്നുള്ളത് പിന്നീട് നോക്കാം. അത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. പിന്നെ മറ്റുള്ളൊരു ഡൗട്ടാണ്, എൻ്റെ ശബ്ദം അത്ര പോരാ, അത് ആളുകൾക്ക് കേൾക്കാൻ പറ്റുന്നതാണോ? ആളുകൾ കേട്ടാൽ അത് മോശം പറയൂ. അതൊക്കെ പോട്ടെ, നിങ്ങളുടെ ശബ്ദം നല്ലത് തന്നെ എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ആദ്യമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശബ്ദം പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ, നമ്മളൊരു വീഡിയോ പറയുമ്പോൾ നമ്മുടെ ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം നമുക്ക് തോന്നുമോ എന്തൊരു അരോചകമായ ശബ്ദം. ആ അരോചകമായ ശബ്ദം ചിലപ്പോൾ നിങ്ങൾ ഒരു വീഡിയോയിലൂടെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് അരോചകമായത് മറ്റുള്ളവർക്ക് നന്നായിട്ട് തോന്നിയേക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ശബ്ദം മോശമാണ്, ആളുകൾ കേട്ടാൽ എന്ത് വിചാരിക്കുമെന്നുള്ള ആ ചിന്ത ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ വീഡിയോ ചെയ്യും. ഇനി മറ്റുള്ള ഒരു പിന്തിരിപ്പൻ രീതിയാണ്, ബന്ധുക്കൾ എന്ത് വിചാരിക്കും. അപ്പോൾ നിങ്ങളുടെ ചാനൽ ആരെങ്കിലുമൊക്കെ, ബന്ധുക്കളിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അവർ കേട്ട് കഴിഞ്ഞാൽ എന്തു പറയും, എൻ്റെ വീഡിയോ അവർ കണ്ടാൽ പ്രശ്നമാവും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ, ആദ്യമേ പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളെ പരമാവധി നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കേണ്ട. അത്തരം ഡൗട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സായിട്ടും മറ്റു പലരും വരും. അതിൽ കൂടെ ചിലപ്പോൾ ഇവരും വന്നേക്കാം, നോ പ്രോബ്ലം. നിങ്ങൾ നിർബന്ധിച്ച് ആരെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കേണ്ട. പിന്നെ ഒരുപാട് കൂട്ടുകാരുണ്ടാവും എല്ലാവർക്കും. കൂട്ടുകാരെന്ത് അഭിപ്രായം പറയും എന്ന് കരുതിക്കൊണ്ട് പലരും നല്ല നല്ല ആശയങ്ങളും നല്ല നല്ല വീഡിയോ ചെയ്യാനുള്ള പ്രാപ്തിയുമുള്ള ആളുകൾ കൂട്ടുകാർ എന്ത് പറയും എന്ന് കരുതിക്കൊണ്ട് ചെയ്യാതിരിക്കുന്നു. ഇനി അവർ കമൻറ്റ് ചെയ്യുമോ, അവർ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്താണ് അതിന് പ്രതികരിക്കുക എന്നൊക്കെ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആകുലതപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ വീഡിയോസ് ഇടുന്ന ആ സംഭവമേ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടായിരിക്കണം വീഡിയോസ് ചെയ്യേണ്ടത്. പിന്നെ ആളുകൾക്ക് ഭയമാണ്, ആളുകൾ നമ്മുടെ മൊത്തത്തിൽ നാട്ടുകാർ എന്ത് വിചാരിക്കും. നാട്ടുകാരോടൊന്നും നിങ്ങൾ കൊട്ടിഘോഷിക്കേണ്ടതില്ല. നിങ്ങളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് എന്നൊന്നും ആരോടും കൊട്ടിഘോഷിക്കേണ്ട. ക്രമേണ ആളുകൾ കണ്ട് മനസ്സിലാക്കി
ആളുകൾ കണ്ടെങ്കിൽ അവർ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുക, ചീത്ത അഭിപ്രായങ്ങൾ പറഞ്ഞെങ്കിൽ ചെവിക്കൊള്ളാതിരിക്കുക എന്നുള്ളതാണ്. പല അഭിപ്രായങ്ങളും വരും, കമൻറ്റുകൾ വരും. അതൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, മനസ്സിലേക്ക് കയറ്റി വെച്ച് നിങ്ങളുടെ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിയാതിരിക്കുക. അങ്ങനെ പിന്തിരിഞ്ഞാൽ യൂട്യൂബിൽ നിന്നല്ല, മറ്റ് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ പോകും എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ചുകൊണ്ട് ഈ വീഡിയോ കണ്ടിരുന്ന കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് തുടർന്നും നല്ല വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.